അളിയന് മനസ്സിലായി. അല്ല, അളിയന് മനസ്സിലായത് പോട്ടെ, വേറൊരു കാര്യം പറയാനായിരുന്നു. അതായത് പലരും ഈ പറഞ്ഞ പോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ റോബിൻ ആണെങ്കിലും, റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു. ഞാനാണെങ്കിൽ സന്തോഷമാണ് നീ പോയത്, പോവാൻ വേറൊരു കാര്യമുണ്ട്. ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ എനിക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനി പറയാലോ? അത് പറഞ്ഞോ? എനിക്ക് പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പോകാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഇനിയിപ്പോ പറയാം. ഓക്കെ, പറയാം. പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അതിലേക്കുള്ള ആ ഒരു പറഞ്ഞോ. അല്ല, സീസൺ 4 കഴിഞ്ഞിട്ട് സീസൺ 5ന്റെ തുടക്കത്തില് ഞാൻ ബിഗ് ബോസിൽ പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷനിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റ് ഒക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഇതിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, സോ എന്തായാലും സീസൺ 6ലേക്ക് എന്താ പറയാ, സീസൺ 6ലേക്ക് എന്താ പറയാ, വൈൽഡ് കാർഡ് ആയിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ലേ, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ? പക്ഷെ കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ചോദിക്കായിരുന്നു, നിങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷെ ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി, നല്ല ഫണ്ണായിരുന്നു. പിന്നെ എസ്പെഷ്യലി പുള്ളിയുടെ വൈഫിന്റെ എന്താ പറയാ, പുള്ളിക്കാരിയുടെ എന്താ പറയാ, പക്ഷെ ജെന്യുവൻ ആയിട്ട് ചെയ്യുക കേട്ടോ. ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല, അതിൽ ഹാറ്റ്സ് ഓഫ്, ബിഗ് ഹാറ്റ്സ് ഓഫ്. സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റേ റിയാക്ഷൻ ചെയ്യണ പോലെ അല്ല ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണേ ബ്രോ. ഞാൻ വരുന്നത് എന്നെ പാസ്റ്റ് ആയിരുന്നു, അതൊന്നും ഇതൊന്നും എല്ലാം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ അതിന് ശേഷം ഒന്നും കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ്. അല്ല, ബേസിക്കലി ഇത്രേ ഉള്ളൂ. നല്ലൊരു മെസ്സേജ് അല്ലേ? അത്രേ ഉള്ളൂ. എന്തോ ഒരു മിനിറ്റ്. അല്ല, ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആരും തമ്മിലും ഇല്ല. എല്ലാവരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സന്തോഷം. ഇന്ന് തന്നെ ആക്ച്വലി എന്നെ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത്. എന്റെ അടുത്ത് എന്താ ചേട്ടാ, ഞാൻ ബ്രോനെ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല ബ്രോ, ഇപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പൊ അലറാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല. അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരുങ്ങിയിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പൊ ഞാൻ അല്ല, ഓരോ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് അറിയുമ്പോഴല്ലേ. ഇപ്പൊ സായാലും പറഞ്ഞിരുന്നു, ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞിരുന്നു. സീസൺ 4 റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളം പിന്നീട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരേ ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വലിച്ചു കയറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു. എല്ലാം കാണുന്നുണ്ട്. ഓക്കെ ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആർക്കും സൈബർ ബുള്ളിങ് മാക്സിമം ചെയ്യാതിരിക്കുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെതിരെ ഒരുപാട് പരാതികൾ കാറിന്റെ അടുത്ത് മാത്രമല്ല ബ്രോ, ഇതേപോലെ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലും പറയണം. കമോൺ, പറയൂ. ഇപ്പൊ ഇന്നാണെങ്കിൽ നിന്നെ വെച്ച് കാര്യം അറിയോ? സിബിനാണെങ്കിൽ ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചോ. കാറിനകത്ത് മാത്രമല്ല, അതെ, അയ്യോ ചേട്ടാ, സിനിമയുടെ ആയിരുന്നായി. സിനിമ ചെയ്യണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പൊളിക്കും. താങ്ക് യു.